കോൺഗ്രസിനെ വിടാതെ പിന്തുടരുകയാണ് നരേന്ദ്രമോദി. കടന്നാക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഇപ്പോഴിതാ കോൺഗ്രസിനെതിരെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധി 1984 മരിച്ച ശേഷം രാജീവ് ഗാന്ധി പാരമ്പര്യ നികുതി റദ്ദാക്കിയെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അത് ഇന്ദിരയുടെ സമ്പത്ത് രാഷ്ട്രത്തിനായി നൽകുന്നത് ഒഴിവാക്കാനാണെന്നും മോദി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ നിയമം തിരിച്ചു കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം കോൺഗ്രസ് ജനങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുക്കുമെന്ന ആരോപണം കടുപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിട്ടും അദ്ദേഹം ഒരിഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല. മധ്യപ്രദേശിലെ മൊറേനയിൽ വെച്ചുള്ള റാലിയിലാണ് അദ്ദേഹം കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയത്. കോൺഗ്രസ് ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഒരിക്കലും അത് തട്ടിയെടുക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്തു വന്നാലും അത് സംരക്ഷിക്കും. രാജ്യത്തിന്റെ വിഭജനം മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്താൻ സമ്മതിച്ചവരാണ് കോൺഗ്രസ്. അതിലൂടെ രാജ്യത്തിന്റെ കൈകളാണ് കോൺഗ്രസ് വെട്ടിക്കളഞ്ഞതെന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചു. കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മോദിക്ക് മതിയായില്ല. രാജീവ് ഗാന്ധിയാണ് പാരമ്പര്യ സ്വത്തിലുള്ള നികുതി ഇല്ലാതാക്കിയതെന്നും മോദി ഇതിനിടയിൽ തുറന്നടിച്ചു. ഇത് രാജീവിന്റെ അമ്മ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ചെയ്തതാണ്. സർക്കാരിലേക്ക് പോകേണ്ടിയിരുന്ന ഇന്ദിരയുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇക്കാര്യം രാജീവ് ചെയ്തത്. ഇന്ദിര സ്വത്ത് മകന്റെ പേരിലായിരുന്നു എഴുതി വെച്ചിരുന്നത്. എന്നാൽ ഇന്ദിരാഗാന്ധി മരിച്ചാൽ അത് രാജ്യത്തിനായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ പാരമ്പര്യ നികുതി രാജീവ് റദ്ദാക്കിയെന്നാണ് മോദിയുടെ ആരോപണം. നമ്മുടെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി അധികാരത്തിലെത്തിയാൽ ജനങ്ങളിൽ പകുതി പേരുടെ സമ്പാദ്യവും പാരമ്പര്യ നികുതിയിലൂടെ തട്ടിയെടുക്കുമെന്നും മോദി പറഞ്ഞു. ദേശഭക്തരാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ ജാതി സെൻസസിനെ ഭയക്കുന്നുവെന്നും മോദി പറയുന്നുണ്ട്. അതേസമയം രാഹുലിനെ അടക്കം വിമർശിച്ചുകൊണ്ടായിരുന്നു മോദി ആക്രമണം കടുപ്പിച്ചത്. കോൺഗ്രസിന്റെ 4 തലമുറ കുടുംബപരമായുള്ള സമ്പത്ത് അനുഭവിച്ചു. ഇപ്പോൾ അവർക്ക് ആ നിയമം തിരിച്ചു കൊണ്ടുവരാനാണ് തിടുക്കം. ഇത്തരം ലക്ഷ്യങ്ങൾ വിജയിക്കാൻ BJP ഒരിക്കലും അനുവദിക്കില്ലെന്നും മോദി പറഞ്ഞു. നിങ്ങൾ കഠിനാധ്വാനത്തിലൂടെ നേടിയ സമ്പത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കൊള്ളയടിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. 56 ഇഞ്ച് നെഞ്ചുള്ള മോദി ജനങ്ങൾക്കും കോൺഗ്രസിനും ഇടയിലുണ്ടാകും. അവരെ കൊള്ളയടിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷവും തന്നെ കുറ്റപ്പെടുത്തുന്നതെന്നും മോദി എടുത്തു പറഞ്ഞു. താൻ തൊഴിലാളി വർഗവും രാഹുൽ ഗാന്ധി കുടുംബാധിപത്യത്തിൽ നിന്നുള്ളയാളാണെന്നും മോദി കുറ്റപ്പെടുത്തി. മോദിയെ കുറ്റപ്പെടുത്തുന്നതിനാണ് കോൺഗ്രസിന്റെ യുവരാജ് ഇപ്പോൾ സമയം നൽകുന്നത്. എന്തു പറഞ്ഞാലും ജനങ്ങൾക്കൊപ്പം താൻ ഉണ്ടാവുമെന്നാണ് മോദി വാക്ക് നൽകിയിരിക്കുന്നത്. അതേസമയം മോദിയുടെ വിദ്വേഷ പരാമർശത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയോട് വിശദീകരണം തേടിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ രാജസ്ഥാനിൽ വെച്ച് നടത്തിയ പരാമർശത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രിയോട് വിശദീകരണം തേടിയത്. പ്രധാനമന്ത്രിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള കക്ഷികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് മുൻപായി പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ചോദിക്കൽ നരേന്ദ്രമോദിക്കും BJPക്കും കനത്ത തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ പരാമർശം വിവാദമായിട്ടും കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ നടത്തിയ പ്രചരണ റാലികളിൽ സമാനമായ പ്രചരണം നടത്തിയിരുന്നു. ഇതിനിടയിൽ പ്രധാനമന്ത്രിക്ക് പുറമെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രചരണ റാലികളിൽ രാഹുൽ ഗാന്ധി വർഗീയ പരാമർശങ്ങൾ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പരാതി നൽകിയത്.